കയറ്റുമതി വ്യാപാരത്തെക്കുറിച്ച് വ്യക്തമായി വളരെ വിശദമായി പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് പോലെ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ സീരീസാണിത്. വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനമായി ഈ 7ാമത്തെ പാർട്ടിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ ഇന്ന് ഈ ആധുനിക ലോകത്ത് ആധുനിക ലോകത്തിലെ കണ്ടീഷൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് സാമ്പത്തികമായിട്ടാണ് നമ്മുടെ പൊളിറ്റിക്കലായിട്ടല്ല അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടല്ല നമ്മൾ ശക്തികളെ തീരുമാനിക്കുന്നത്, സാമ്പത്തികമായിട്ടാണ് നാം ശക്തികളെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമ്പത്തിന് വലിയ പ്രാധാന്യമുണ്ടാവുകയും കയറ്റുമതി വ്യാപാരം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഏത് രാജ്യത്തിനെ സംബന്ധിച്ചാണെങ്കിലും കയറ്റുമതി വ്യാപാരം പ്രധാനമായിട്ടുള്ളൊരു പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. കയറ്റുമതി വ്യാപാരം ഇല്ലാതെ ഒരു രാജ്യത്തിനും സാമ്പത്തികമായിട്ടുള്ള ഒരു അഭിവൃദ്ധി നേടാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. തീർച്ചയായിട്ടും നമ്മുടെ പണം നമ്മുടെ കയ്യിൽ എത്തിക്കുന്നത് കയറ്റുമതി വ്യാപാരമാണ്. എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ചും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ നിന്ന് തുടങ്ങി അവരുടെ നാച്ചുറൽ റിസോഴ്സസും അവരുടെ അഗ്രികൾച്ചറൽ സ്ട്രെങ്ത്തുമാണ് അവരുടെ രാജ്യത്തിൻ്റെ വളർച്ച ഉണ്ടാക്കിയെടുക്കുന്നതിൽ സഹായിക്കുന്നതെന്ന് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡിൽ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള അന്താരാഷ്ട്ര വ്യാപാരങ്ങളാണ് നിലവിലുള്ളത്, ഏതൊക്കെ തരത്തിലൊക്കെ എന്തൊക്കെ രീതിയിൽ ഇത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. വിവിധ തരത്തിലുള്ള കയറ്റുമതി സംവിധാനങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പ്രത്യക്ഷമായിട്ടുള്ള കയറ്റുമതിയെക്കുറിച്ച്, നമ്മൾ എക്സ്പോർട്ട് എന്ന് വിളിക്കുന്ന സാധാരണ കയറ്റുമതിയെക്കുറിച്ചാണ്. ഈ തരത്തിൽ നമ്മൾ ഒരു രാജ്യത്ത് ഇപ്പോൾ ഒരു ഡെസേർട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് മരുഭൂമിയാണ്, അവിടെ ഇല്ലാത്ത സാധനങ്ങൾ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് മറ്റൊരു രാജ്യത്ത് നിന്നും ഇറക്കുമതി ചെയ്യുന്ന അവസ്ഥ, ആവശ്യമുള്ള രാജ്യത്തെ സമീപിക്കുക, ഇറക്കുമതിക്കാരനെ കുറിച്ച് അറിയാം, ലോജിസ്റ്റിക്സിനെ കുറിച്ച് അറിവുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ ഏറ്റവും വ്യക്തമായിട്ട് കാര്യങ്ങളെ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റ്, ഒരു രാജ്യത്ത് നിന്നും ഉണ്ടാകുന്ന പ്രോഡക്റ്റ് മറ്റൊരു രാജ്യത്തേക്ക് അയച്ചു കൊടുക്കുന്നതാണ് ഡയറക്റ്റ് എക്സ്പോർട്ടിങ്, അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കയറ്റുമതി. അത് കാലങ്ങളായി നടക്കുന്നതാണ്. നമ്മൾ നേരത്തെയുള്ള പാർട്ടുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചരിത്രാതീത കാലം മുതൽ, യേശുവിന് മുമ്പുള്ള കാലം മുതൽ തന്നെ 2000-2500 വർഷം മുമ്പ് തന്നെ സ്പൈസ് ലൈൻ പോലെയുള്ള അല്ലെങ്കിൽ സിൽക്ക് റൂട്ട് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ നിലവിൽ വന്നു. സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. എന്ന തരത്തിൽ രൂപ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ കച്ചവടം ഉണ്ടായിരുന്നു എന്ന് പറയാം, അന്താരാഷ്ട്ര വ്യാപാരം ഉണ്ടായിരുന്നു എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇറങ്ങുമ്പോൾ, നമ്മൾ ഡയറക്റ്റായിട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ആ രാജ്യത്തെക്കുറിച്ചുള്ള അറിവ്, ആ രാജ്യത്തെ എങ്ങനെയാണ് നമ്മൾ കപ്പലിൽ ആ രാജ്യത്തേക്ക് എത്തിക്കുക, എന്തൊക്കെയാണ് അവിടുത്തെ നിയമങ്ങൾ, എന്തൊക്കെയാണ് അവിടുത്തെ സാഹചര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അവിടെ യുദ്ധം നടക്കുകയാണോ അല്ലെ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ടതുണ്ട്. പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിലൊരു പെർഫോമൻസ് നടത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും പ്രാഥമികമായിട്ട് പറയേണ്ടത്, പ്രധാനമായിട്ടും ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള പ്രത്യക്ഷമായിട്ടുള്ള ഒരു എക്സ്പോർട്ടാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ളത്. എല്ലാ തരത്തിലും എല്ലാ രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്പോർട്ട് സിസ്റ്റമാണ് ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് എക്സ്പോർട്ട് സിസ്റ്റം, പ്രത്യക്ഷമായിട്ടുള്ള കയറ്റുമതി സംവിധാനം. മേൽപ്പറഞ്ഞ ഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടുള്ള കയറ്റുമതി എന്ന് പറയുന്നത്, ഒരു രാജ്യത്ത് നിന്നുള്ള ഒരു സംരംഭകൻ മറ്റൊരു രാജ്യത്ത് നിന്നുള്ള ഇറക്കുമതിക്കാരന് നേരിട്ട് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇതുകൂടാതെ ഒരു പരോക്ഷമായിട്ടുള്ള ഒരു കയറ്റുമതിയുടെ ഒരു സിസ്റ്റം. പരോക്ഷമായിട്ടുള്ള കയറ്റുമതി എന്ന് പറയുന്നത്, നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു ഇമ്പോർട്ടറിന് നമ്മൾ സാധനം അയച്ചു കൊടുക്കുന്ന സിസ്റ്റം അല്ല. അതിന് പകരം നമ്മൾ ബൈയിങ് ഏജന്റ് പോലെയുള്ള മീഡിയേറ്റർ ഏജന്റുമാർക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അവർ ഇത് മാർക്കറ്റിൽ വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയ്ക്കാണ്. അത് നമുക്ക് ശരിക്കും പ്രൈസിൻ്റെ അകത്ത് വലിയ കൺട്രോൾ ഉണ്ടാകത്തില്ല. അപ്പം നമുക്ക് അതിനുള്ള നമ്മൾ സ്വതന്ത്രമായിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള കഴിവുകൾ നമുക്കില്ല. അങ്ങനെ വരുമ്പോഴും നമ്മൾ ഏജന്റുമാർ വഴി പ്രോഡക്റ്റുകൾ നമ്മൾ മറ്റേ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന, മീഡിയേറ്റർമാരെ ഉപയോഗിച്ചുകൊണ്ട് എത്തിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇത് രണ്ടും ഒന്നല്ലേ എന്ന് തോന്നാവുന്ന കാരണമുണ്ട്. എങ്കിൽ പോലും
ഇപ്പം നോക്കൂ, റോട്ടർഡാം എന്ന് പറയുന്ന പോർട്ടിൽ നമ്മൾ ഡീസൽ അടക്കം പല സാധനങ്ങളും കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തിട്ട് വിൽക്കുന്ന ഒരവസ്ഥയുണ്ട് ടാങ്കറുകളിൽ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം, ഇതൊരു തരം ട്രേഡാണ്. ഇതിൻ്റെ അകത്ത് കളിക്കുന്ന ബൈയിങ് ഏജൻസ് ഭീമന്മാരാണ്. വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ബ്രസീലിൽ നിന്നുള്ള ഷുഗർ കമ്പനീസ്, ബ്രസീൽ ലോകത്തിലെ ഏറ്റവും വലിയ പഞ്ചസാരയുടെ എക്സ്പോർട്ടർമാരാണ്. ബ്രസീലിലുള്ള ഷുഗർ കമ്പനികളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഇതേപോലെയുള്ള ബൈയിങ് ഏജന്റുമാരാണ്. ഈ ബൈയിങ് ഏജന്റുമാർ വരുന്നത് കൂടുതലും അമേരിക്കയിൽ നിന്നാണ്. അവർ മൊത്തമായിട്ട് ഈ ഫാക്ടറിയിൽ നിന്നുള്ള മുഴുവൻ പ്രൊഡക്ഷനും അവർ വാങ്ങിയെടുക്കുകയും അതിനനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനുള്ള വിലകളിൽ വിൽപ്പന നടത്തുകയും ചെയ്യുന്നു. ഈ വിലകളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ബൈയിങ് ഏജന്റുമാരാണ്. ഈ യഥാർത്ഥ മാനുഫാക്ചറേഴ്സിൽ നിന്നും ഇവർ വാങ്ങിക്കുന്ന പ്രൈസിൽ നിന്നും എത്രയോ ഇരട്ടിയുള്ള പ്രൈസിനാണ് അവർ മാർക്കറ്റിൽ വിൽക്കുന്നത്. ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് ശരിക്കും ഈ പരോക്ഷമായിട്ടുള്ള കയറ്റുമതി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറയാം. ഇപ്പൊ നാം രണ്ട് തരത്തിലുള്ള കയറ്റുമതിയെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. അത് മനസ്സിലായി കാണും. എന്ത് ഡയറക്റ്റ് ആയിട്ടുള്ള കയറ്റുമതി, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കയറ്റുമതി, അതിൽ രണ്ടിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സംസാരിക്കേണ്ടത് ഇറക്കുമതിയെ കുറിച്ചാണ്. അത് രണ്ട് തരത്തിലുള്ള ഇറക്കുമതിയെ കുറിച്ചാണ്. ഇറക്കുമതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ലഭ്യമല്ലാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ അളവിൽ കുറവുള്ള സാധനങ്ങൾ നമ്മൾ വേറെ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവരുന്നതിനെയാണ് ഇറക്കുമതി എന്ന് പറയുന്നത്. അവിടെ കൊണ്ടുവന്ന് അവിടെ നമ്മുടെ ആഭ്യന്തര മാർക്കറ്റിൽ ഉപയോഗിക്കാൻ കഴിയുന്നതിനെയാണ് ഇറക്കുമതി എന്ന് പറയുന്നത്. ആ ഇറക്കുമതി കൊണ്ട് നമ്മൾ പൊതുവെ വിചാരിക്കും, ആ ഇറക്കുമതി ചെയ്യുമ്പോൾ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ അത് ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തെ അത് ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് ചെലവായി പോകും എന്നുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇത് കൂടാതെ ഇറക്കുമതിയിലും വൈവിധ്യമുണ്ട്. ഇറക്കുമതിയിൽ വൈവിധ്യം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇറക്കുമതി ചെയ്യുമ്പോൾ രാജ്യത്തിന് പുറത്തു നിന്നും ഉള്ള സാധനങ്ങൾ അകത്തേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള വിദേശ നാണ്യ ശേഖരം കുറയും. മാത്രമല്ല, നമുക്ക് മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം കൂടി വരുന്നുണ്ട്. എന്നാൽ ഇറക്കുമതി രണ്ട് വിധത്തിലുണ്ട്. വ്യാവസായികമായ ഇറക്കുമതിയും ഉപഭോക്തൃപരമായ ഇറക്കുമതിയും. എന്താണ് വ്യാവസായികമായ ഇറക്കുമതി, എന്താണ് ഉപഭോക്താവിന്റെ ഇറക്കുമതി എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പല രാജ്യങ്ങളും, പ്രത്യേകിച്ചും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, ചൈനയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ ഉപയോഗത്തിനായിട്ടുള്ള ആഭ്യന്തരമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, അത് ആഹാര സാധനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മാനുഫാക്ചർഡ് പ്രോഡക്ട്സ് ആയിക്കോട്ടെ, മെഷീൻസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വേറെ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മുടെ വിദേശ നാണ്യം കുറയുകയും, നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം, നമ്മുടെ ഗവൺമെന്റ് തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മാത്രമല്ല, നമ്മുടെ സർക്കാരുകൾ അത് ഡ്യൂട്ടിയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് അത് കുറവാക്കാൻ ശ്രമിക്കുന്നു, ആഭ്യന്തര വിപണിയിൽ അത് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമ്മുടെ ലോക്കൽ ആഭ്യന്തരമായിട്ടുള്ള ആവശ്യത്തിനായിട്ട് ഇറക്കുമതി ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പെട്രോളിയമാണ്. അത് ഇവിടെ കിട്ടാത്ത ഒരു നാച്ചുറൽ റിസോഴ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഏറ്റവും കൂടുതൽ വരുന്നത് യുദ്ധ സാമഗ്രികളാണ്. യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ആംസ് ആൻഡ് അമ്യൂണിഷൻസ് ആണ്. അപ്പോ നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മുടെ രാജ്യം ആഭ്യന്തരമായി ഇതെല്ലാം വികസിപ്പിക്കാനും ഇവിടെ പ്രൊഡക്ഷൻ തുടങ്ങുവാനുമുള്ള ബ്രഹ്മോസ് അടക്കമുള്ള കാര്യങ്ങളിൽ നേട്ടം വരിച്ച കാര്യം നമുക്കറിയാം. അതെന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ആഭ്യന്തര വിപണിയിലേക്ക് പുറത്തു നിന്നുള്ള ഇറക്കുമതിയുടെ തോത് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഫോറിൻ എക്സ്ചേഞ്ച് കുന്നുകൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ ഉപഭോക്തൃ ഇറക്കുമതി അല്ലാതെ വ്യാവസായിക ഇറക്കുമതി ഉണ്ട്. ഈ വ്യാവസായിക ഇറക്കുമതി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് വ്യവസായങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അതർ മെറ്റീരിയൽസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, ഇറക്കുമതി ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നടക്കുന്ന പ്രയോജനം എന്ന് പറയുന്നത്, ഇത് തിരികെ നമ്മുടെ ആഭ്യന്തര വിപണിയിൽ ഉപയോഗിക്കുക മാത്രമല്ല, പുറത്തേക്ക് കയറ്റുമതി ചെയ്യുകയും കൂടെയുള്ള പ്രോഡക്റ്റിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അത് ലോകത്തിൽ നോക്കിയാൽ ഈ തരത്തില് വ്യാവസായികമായിട്ടുള്ള ഇറക്കുമതി ചെയ്യുന്ന ഏറ്റവും വലിയ ക്വാണ്ടിറ്റി ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ചൈനയാണ്.
നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ചൈന ഇത്രത്തോളം സാധനങ്ങൾ പുറത്തു നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരതെല്ലാം തന്നെ മറ്റുള്ള അത് ഈ പറഞ്ഞതുപോലെയുള്ള ആഭ്യന്തരമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് അതിന് വേറെ പല പ്രോഡക്ട്സ് ആയിട്ട് അവർ എക്സ്പോർട്ട് ചെയ്ത് അതിൽ നിന്നും കാശുണ്ടാക്കുന്നുണ്ട്. അത് ചിലപ്പോ ഈ വാല്യൂ അഡീഷനിലൂടെ അവർക്ക് വലിയൊരു വരുമാനം നേടുകയും രാജ്യത്തിന് വലിയ ഫലപ്രദമായിട്ട് ഒരു എക്സസീവ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യവും ആ കാര്യം സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അത് ഒരു ഇമ്പോർട്ട് അല്ലെങ്കിൽ ഇറക്കുമതി ഒരു പ്രയോജനകരമല്ലാത്ത ഒരു കാര്യം മാത്രമല്ല, പ്രയോജനകരമായ കാര്യമായി മാറ്റാൻ കൂടെ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഇതിൽ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ ആദ്യം കയറ്റുമതിയെ കുറിച്ച് പറഞ്ഞതുപോലെ ഇറക്കുമതിയിൽ രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്ന് ഈ ഉപഭോക്താവിന് വേണ്ടി ഇമ്പോർട്ട് ചെയ്യുന്ന ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ കണക്കാണ്. രണ്ട് വ്യവസായത്തിന് വേണ്ടി വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി റോ മെറ്റീരിയൽ ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ കാര്യമാണ്. അതിന്റെ നേട്ടങ്ങളെ കുറിച്ചും നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇത് കൂടാതെ ഈ വിദേശ വ്യാപാരത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു സ്റ്റുഡന്റ് എന്ന നിലയിൽ ഏറ്റവും പ്രധാനമായി അറിയേണ്ട ഒരു പ്രധാന കച്ചവടമാണ് പുനർകയറ്റുമതി എന്ന് പറയാം മലയാളത്തിൽ. പുനർകയറ്റുമതി എന്ന് പറഞ്ഞാൽ റീ എക്സ്പോർട്ട്. എന്താണ് ഈ റീ എക്സ്പോർട്ട്? നമ്മൾക്ക് പൊതുവെ നമുക്കറിയാത്ത ഒരു കാര്യമായിരിക്കും. പല രാജ്യങ്ങളിലും ജോലി ചെയ്യുന്ന മലയാളികൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം. പ്രത്യേകിച്ചും ഗൾഫ് മേഖലയിലുള്ളവർക്കെല്ലാം അറിയാം. ഇപ്പോ ഒരു രാജ്യം ഒരു പ്രത്യേക തരത്തിലുള്ള പോളിസി എടുത്തുകൊണ്ട് ഈ കയറ്റുമതിക്ക് വേണ്ടിയിട്ട് ഈ റീ എക്സ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു കളം, ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ദുബായും സിംഗപ്പൂരിനെയും കുറിച്ച് പറയാം. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു കയറ്റുമതി രാജ്യത്തിൽ നിന്നും വന്നു ചേരുന്ന ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ അത് അവിടെ ക്ലിയർ ചെയ്യാതെ തന്നെ, ഈ ലക്ഷ്യസ്ഥാനത്ത് ക്ലിയർ ചെയ്യാതെ തന്നെ മറുകച്ചവടം ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഈ തരത്തിലുള്ള ഒരു റീ എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ദുബായ് സിംഗപ്പൂർ, ഞാനിപ്പോ കാര്യം പറഞ്ഞു. ദുബായും സിംഗപ്പൂരും ഒക്കെ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രോഡക്റ്റുകളുടെ ഇമ്പോർട്ട് ഡ്യൂട്ടി ടാരിഫ് വളരെ കുറച്ച് വെച്ചിട്ട് ആ രാജ്യത്തേക്ക് പുതിയ പുതിയ എക്സ്പോർട്ടർമാരെ ആകർഷിക്കുകയും അവരുടെ പ്രോഡക്ട്സ് ആ രാജ്യങ്ങളിൽ വന്ന ശേഷം അവിടെ സ്പെഷ്യൽ എക്കണോമിക് സോണുകളിൽ സ്റ്റോക്ക് ചെയ്തിട്ട് അവിടെ നിന്നും റീ എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു. അതിലൂടെ വലിയൊരു വരുമാനം നേടാൻ കഴിയും. വലിയൊരു സാമ്പത്തികമായിട്ടുള്ള, ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗൾഫ് മേഖലയിൽ ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ അടക്കം ബഹ്റൈൻ അടക്കം എല്ലാ രാജ്യങ്ങളിലേക്കും പല സാധനങ്ങളും സപ്ലൈ ചെയ്യപ്പെടുന്നത് ദുബൈയിൽ നിന്നാണ്. അതുകൂടാതെ ആഫ്രിക്കൻ രാജ്യങ്ങളും ബഹുഭൂരിപക്ഷം ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും സാധനങ്ങൾ സപ്ലൈ ചെയ്യപ്പെടുന്നത് ദുബൈയിൽ നിന്നാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ദുബൈയുടെ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ, അതൊരു ഫ്രീ ട്രേഡ് കൺട്രിയാണ്. അവിടെ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉണ്ട്. അവിടെ സ്റ്റോക്ക് ചെയ്തിട്ട് പല രാജ്യങ്ങളിലേക്കും അവർക്ക് കച്ചവടം ചെയ്യാൻ കഴിയുന്നു. അതൊരു ട്രേഡ് ഹബ്ബായിട്ട് മാറുന്നു. അതിൽ നിന്ന് രാജ്യത്തിന് പുരോഗതി ഉണ്ടാകുന്നു, വരുമാനം ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള ഇതിൽ നേരത്തെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഷിപ്പുകൾക്കുള്ളിൽ തന്നെ എന്ന് പറഞ്ഞാൽ സീ ഫ്രൈറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ പ്രോഡക്റ്റുകളെ, കണ്ടെയ്നറുകളെ, കൺസൈൻമെന്റുകളെ സ്വിച്ച് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമറിന്റെ, ദുബായിലുള്ള ഒരു കസ്റ്റമറിന്റെ പേരിൽ, ഒരു ബയറിന്റെ പേരിൽ ഇട്ടിരിക്കുന്ന കമേഴ്ഷ്യൽ ഇൻവോയ്സ് നമുക്ക് മാറ്റിയിട്ട് വേറെ സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ ഗാനയിലോ ഉള്ള വേറൊരു കസ്റ്റമറിന്റെ പേരിലോട്ട് മാറ്റാനുള്ള സംവിധാനം. സ്വിച്ചിങ് ഇപ്പോൾ വളരെ പല രാജ്യങ്ങളും അത് എന്റർടൈൻ ചെയ്യുന്നില്ല. അതിന് കുറച്ച് ടെക്നിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, എങ്കിലും നടക്കുന്നുണ്ട്. ഒരു കമ്പനിയുടെ ഒരു സിസ്റ്റർ കമ്പനി പോലെയൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടൊക്കെ പല പരിപാടികളും നടക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഇത് ഞാൻ പറയാൻ വന്നത്, ഈ റീ എക്സ്പോർട്ട് എന്ന് പറയുന്ന സംവിധാനവും എക്സ്പോർട്ടിന്റെ അല്ലെങ്കിൽ ഈ അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ അകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒരു തരം ആക്ടിവിറ്റി ആണെന്ന് പറയാം. വിദേശ വ്യാപാരത്തിലെ വിവിധ രീതികളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായി പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന ഒരു രീതിയാണ് കൗണ്ടർ ട്രേഡ്. കൗണ്ടർ ട്രേഡ് എന്താണ്? കൗണ്ടർ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഒന്നിന് പകരം ഒന്നെന്നുള്ള രീതിയാണ് കൗണ്ടർ ട്രേഡ്.
ഒരു ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞാല് നമുക്കറിയാം പണ്ട് കാലത്ത് ഒരു ബാർട്ടർ സിസ്റ്റം നിലവിലിരുന്നു. ഒരു സാധനം കൊടുത്തിട്ട് അതിന് പകരം വേറൊരു സാധനം വാങ്ങുക. നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട് ഈ കാര്യം. ചക്ക കൊടുത്തിട്ട് മാങ്ങ വാങ്ങുക എന്നുള്ള രീതിയിൽ സാറന്മാര് ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനത്തെ രീതി അവലംബിക്കുന്നത് പല രാജ്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവർക്കില്ലാത്ത ഒരു കാര്യം കൊടുത്തിട്ട് അവർക്ക് ഉള്ള ഒരു കാര്യം അങ്ങോട്ട് അയക്കുകയും ഇല്ലാത്ത ഒരു കാര്യം വാങ്ങുകയും ചെയ്യാം എന്നുള്ളത്. ഇതുകൂടാതെ തന്നെ ഇത് 3 തരത്തിലുള്ള ഡിഫറെന്റ് ഓപ്പറേഷൻസ് ഉണ്ട്. ഒന്ന് കൗണ്ടർ ട്രേഡ് പോലെ ചെയ്യുകയാണ്. ഒരു രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള രാജ്യം തന്നെ അംഗീകരിച്ചുകൊണ്ട് ഒരു രാജ്യം തന്നെ പറയുകയാണ് ഈ കമ്മോഡിറ്റി ഈ രാജ്യത്ത് നിന്ന് നമ്മൾ ആ രാജ്യത്തിലേക്ക് തരാം, അതിന് പകരം മറ്റൊരു കമ്മോഡിറ്റി നമ്മുടെ കയ്യിൽ ആവശ്യത്തിലധികമുള്ള മറ്റൊരു കമ്മോഡിറ്റി ആ രാജ്യത്ത് നിന്നും ഈ രാജ്യത്തേക്ക് തിരികെ വരട്ടെ എന്നുള്ള രീതിയിൽ പോളിസി മാറ്ററായി തന്നെ പല രാജ്യങ്ങളും ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ കയ്യിൽ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഇല്ലാത്ത അവസ്ഥയിലൊക്കെ രാജ്യങ്ങൾ ചെയ്യുന്നതാണ് ഈ ബാർട്ടർ സിസ്റ്റവും. ബാർട്ടർ സിസ്റ്റം വ്യക്തിപരമായി രണ്ട് വ്യക്തികൾ തമ്മിൽ, 2 സംരംഭകർ തമ്മിൽ ചെയ്യുന്നതാണെങ്കിൽ ഈ തരത്തിലുള്ള ഈ കൗണ്ടർ ട്രേഡ് നമ്മൾ 2 രാജ്യങ്ങൾ തമ്മിൽ ചെയ്യുന്നതാണ്. അത് സർക്കാരും കൂടെ അറിഞ്ഞിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്. ഇതൊന്നും കൂടാതെ തന്നെ ഒരു ബൈബാക്ക് സിസ്റ്റം കൂടെ ഉണ്ട്. ഒരു രാജ്യത്ത് നിന്നും ഒരു റോ മെറ്റീരിയൽ മറ്റൊരു രാജ്യത്തേക്ക് അയച്ചിട്ട് അതിന് പകരമായിട്ട് ആ രാജ്യത്ത് നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതും രാജ്യങ്ങളെ സംബന്ധിച്ച് നേട്ടമാണ്, വ്യാവസായികമായ നേട്ടമാണ്. ഈ മാനുഫാക്ചർ ചെയ്യുന്ന രാജ്യത്തിനും അതിന് ലാഭമുണ്ട്, അല്ലെങ്കിൽ റോ മെറ്റീരിയലിന്റെ ഓണറായിട്ടുള്ള നാച്ചുറൽ റിസോഴ്സ് ഉള്ള രാജ്യത്തിനും അതുകൊണ്ട് ലാഭമുണ്ട്. അങ്ങനെ ഒരു ട്രേഡ് കൂടി സംഭവിക്കുന്നുണ്ട്. ഒരു ബൈബാക്ക് സിസ്റ്റം, ഒരു ബാർട്ടർ സിസ്റ്റം, ഒരു കൗണ്ടർ ട്രേഡ് സിസ്റ്റം, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. കൗണ്ടർ ട്രേഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ വിദേശ വ്യാപാരത്തിന്റെ മറ്റ് നിലകളെ കുറിച്ച്, ഓപ്പറേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ബൈബാക്ക് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നതും കൗണ്ടർ ട്രേഡ് എന്ന് പറയുന്നതും എല്ലാം തന്നെ വളരെ പ്രധാനമായിട്ടുള്ള സിസ്റ്റംസ് ആണെന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ പറഞ്ഞ പോലെ എല്ലാം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉപയോഗത്തിലിരിക്കുന്ന മറ്റൊരു പ്രധാനമായിട്ടുള്ള സിസ്റ്റമാണ് ട്രാൻസിറ്റ് വ്യാപാരം, ട്രാൻസിറ്റ് സിസ്റ്റം. എങ്ങനെയാണ് ട്രാൻസിറ്റ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് നോക്കാം. നമുക്ക് ഒരു രാജ്യം അവരുടെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് വേറൊരു രാജ്യത്തിനെ, അടുത്തുള്ള മറ്റൊരു രാജ്യത്തിനെ ആശ്രയിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. അതിനെയാണ് ട്രാൻസിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് പൊതുവെ ഇപ്പോൾ നമ്മൾ പല സാഹചര്യങ്ങളിലും, പല യുദ്ധ സാഹചര്യങ്ങളിലും പല സാഹചര്യങ്ങളിലും ഇത് സംഭവിക്കാമെങ്കിലും നമ്മൾ പൊതുവെ കാണുന്നത് ഈ കടലിനാൽ ചുറ്റപ്പെട്ടതല്ലാത്ത, കടൽ പോർട്ടുകൾ ഇല്ലാത്ത രാജ്യങ്ങൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ അടുത്ത് തന്നെ നേപ്പാളുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്. ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ മറ്റു രാജ്യങ്ങളെ, അടുത്തുള്ള രാജ്യങ്ങളെ, ഇപ്പോൾ നേപ്പാൾ ഇന്ത്യയെ, അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട് എക്സ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കും. അത് അവരവിടെ ബില്ല് ചെയ്തിട്ട് ഇന്ത്യയിൽ വന്നിട്ട് നേപ്പാളിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾ, അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് വന്നിട്ട് ഇവിടെ നിന്നും വേറെ രാജ്യങ്ങളിലേക്ക്, യൂറോപ്പിലേക്കും അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലേക്കും ട്രാൻസിറ്റ് ചെയ്യുന്ന ഒരു വ്യവസ്ഥയുണ്ട്. അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സഹകരണ അഗ്രിമെന്റ് ആണ്. ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നേപ്പാളിൽ നിന്നുള്ള പ്രോഡക്ട്സ് എല്ലാം തന്നെ ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് പോലെ തന്നെ നേപ്പാളിൽ നിന്നും ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയുടെ ഏതെങ്കിലും പോർട്ടിൽ നിന്ന്, കൂടുതലും ഹൽദിയ പോലെയുള്ള, കൽക്കട്ടയിൽ പോലെയുള്ള പോർട്ടുകളിൽ നിന്നാണ്, അവിടെ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക്, വിദേശ രാജ്യങ്ങളിലേക്ക് അത് കയറ്റുമതി ചെയ്യപ്പെടുന്നു. ഇതിന് ട്രാൻസിറ്റ് ഷിപ്മെന്റ് എന്നാണ് പറയുന്നത്, ട്രാൻസിറ്റ് എക്സ്പോർട്ട് എന്നാണ് പറയുന്നത്. അത് ഒരു സിസ്റ്റം ഓഫ് എക്സ്പോർട്ട് ആണ്. അത് ഈ പറഞ്ഞതുപോലെ മറ്റുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട് പോലെയുള്ള പ്രവർത്തന രീതികളെ കുറിച്ച് സംസാരിക്കുന്ന പോലെ തന്നെ, സിസ്റ്റംസിനെ കുറിച്ച് സംസാരിക്കുന്ന പോലെ തന്നെ ട്രാൻസിറ്റും വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിദേശ വ്യാപാര സിസ്റ്റമാണ്. ഇതുപോലെ തന്നെ ഈ കയറ്റുമതി ഇറക്കുമതി വിദേശ വ്യാപാരത്തില് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സിസ്റ്റമാണ് എൻട്രി പോർട്ട് സിസ്റ്റം. എൻട്രി പോർട്ട് സിസ്റ്റം നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. ലോകത്തിലെ ചില പോർട്ടുകളില് പോർട്ടുകൾ ലക്ഷ്യമാക്കി പോർട്ട് രാജ്യങ്ങൾ പോലെയുള്ള രാജ്യങ്ങൾ, പോർട്ടുകൾ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന രാജ്യം പോലെയുള്ള രാജ്യങ്ങൾ ഈ പറഞ്ഞതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വരുന്ന വ്യാവസായികമായ വസ്തുക്കൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ
അവിടെ സ്റ്റോർ ചെയ്തിട്ട് സ്റ്റോറേജിന് മാത്രമുള്ള സ്പേസ് അലോ ചെയ്തിട്ട് അവിടെ നിന്നും റീ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം നിലവിലുണ്ട്. അതിന് പരമപ്രധാനമായി പറയാൻ തുടങ്ങിയാൽ നമ്മുടെ റോട്ടർഡാം പോർട്ട് അല്ലെങ്കിൽ ഹോങ്കോങ് പോർട്ട് എല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. ആ ഏരിയയിലത്തേക്ക്, ആ ഭാഗത്തേക്ക്, ജോഗ്രഫിയിലത്തേക്കുള്ള സാധനങ്ങൾ ഇപ്പൊ റോട്ടർഡാമില് സ്റ്റോറേജ് സിസ്റ്റം ഭയങ്കരമായിട്ടുണ്ട്. നാച്ചുറൽ റിസോഴ്സസ്, റഷ്യയിൽ നിന്ന് വരുന്ന ഡീസൽ, പെട്രോളിയം പോലുള്ള സാധനങ്ങൾ പോലും ടാങ്കേഴ്സ് നമുക്ക് ബുക്ക് ചെയ്തിട്ട് റോട്ടർഡാമിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. ടാങ്കർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷിപ്പ് വരുമ്പോൾ, ഷിപ്പ് അല്ലെങ്കിൽ റോഡ് ട്രാൻസ്പോർട്ടിൽ വന്നാലും ഈ സ്റ്റോറേജുകളിൽ നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് സ്റ്റോർ ചെയ്യാം. സ്റ്റോർ ചെയ്തിട്ട് മറ്റൊരു വിദേശ രാജ്യത്തുമായിട്ട് സംസാരിച്ച്, എത്ര കാലം വേണമെങ്കിലും സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് മറ്റൊരു വിദേശ രാജ്യത്തെ ഒരു ബയ്യറുമായിട്ട് സംസാരിച്ച് നമുക്ക് ഡീൽ ഫൈനലൈസ് ചെയ്തിട്ട് ഈ പ്രോഡക്റ്റ് ഇവിടെ നിന്നും ആ പറഞ്ഞ രാജ്യത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കൊടുക്കാൻ കഴിയും. ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു എക്സ്പോർട്ട് സിസ്റ്റമാണ്. അത് രാജ്യം ഇപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള പോർട്ടുകളിൽ നമ്മൾ നിലനിൽക്കുന്ന ഒരു സിസ്റ്റം കൂടിയാണ് എൻ്റെ പോർട്ട് സിസ്റ്റം. അത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കയറ്റുമതി രീതി കൂടിയാണ്. വിദേശ വ്യാപാരത്തിലെ രീതികളിൽ മറ്റൊരു പ്രധാന രീതിയാണ് FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, നേരിട്ടുള്ള വിദേശ നിക്ഷേപം എന്ന് പറയാം. ഈ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിനെ കുറിച്ച്, FDIയെ കുറിച്ച് നമ്മുടെ രാജ്യം ഒരു ഓപ്പൺ എക്കണോമിയായി മാറിയ കാലം 1991 മുതൽ തുടങ്ങി നമ്മളെല്ലാം കേട്ടുവരുന്നതും ദൈനംദിന കാര്യങ്ങളിൽ, ദൈനംദിന രീതിയിൽ നമ്മുടെ വാർത്തകളിൽ ഇടം നേടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതുമാണ് FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അതെങ്ങനെയാണ് സംഭവിക്കുക? ഒരു രാജ്യത്ത് നിന്നുള്ള കമ്പനികൾ മറ്റൊരു രാജ്യത്തിലെ കമ്പനികളിലേക്ക്, അത് മാനുഫാക്ചറിങ് കമ്പനിയാവാം, ട്രേഡിംഗ് കമ്പനിയാവാം, മറ്റ് ആക്ടിവിറ്റികളാകാം, കൺസ്ട്രക്ഷൻ ആകാം, ഇതെല്ലാം സർക്കാർ തന്നെ നിയന്ത്രിക്കുന്ന രീതിയിൽ, പോളിസി കൊണ്ട് നിയന്ത്രിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. ആ രാജ്യത്തോ പുതിയ രാജ്യത്തേക്കുള്ള ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും ആ രാജ്യത്ത് സ്വതന്ത്രമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയും ആ രാജ്യത്ത് നിന്നും പണം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു മൾട്ടിനാഷണൽ കോർപ്പറേഷൻ പോലെ എന്ന രീതിയിൽ തന്നെ പണമുണ്ടാക്കുന്ന രീതിയുമാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങൾക്കും സാങ്കേതികമായും മറ്റും ഈ പണത്തിന്റെ കാര്യത്തിലും മറ്റും സാമ്പത്തികമായും വളരെ മുൻപിൽ നിൽക്കുന്ന രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് ഈ തരത്തിലുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക വഴി ഈ സാങ്കേതികത്വം പുതിയ രാജ്യങ്ങളിൽ എത്തിക്കുകയും അവിടെ നിന്നും മാനുഫാക്ചറിങ്, ചീപ്പായിട്ടുള്ള മാനുഫാക്ചറിങ് ചെയ്യുകയും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയും അതിൽ നിന്ന് ലാഭവിഹിതം നേടുകയും ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അത് മാത്രമല്ല, ഈ വളർന്നു വരുന്ന രാജ്യം, ഇന്ത്യ പോലെ അല്ലെങ്കിൽ വളർന്നു വരുന്ന രാജ്യങ്ങൾക്ക് ഈ തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു സപ്പോർട്ട് വളരെയധികം പ്രയോജനം ചെയ്യുന്ന വിധത്തിലാണ് FDI പ്രവർത്തിക്കുന്നത്. FDI ആണ് ഇന്ത്യയുടെ വളർച്ചയ്ക്ക്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള വളർച്ചയ്ക്കുള്ള പ്രധാന കാരണമെന്ന് ഇന്ത്യയിലെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും തന്നെ അറിയാം. FDI ഇന്ത്യ എന്ന രാജ്യത്തിനെ സംബന്ധിച്ച് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ തരത്തിലുള്ള വിദേശ നിക്ഷേപം എന്ന് പറയുന്നത്, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ഉണ്ടാക്കുന്ന ഉയർവ് മാത്രമല്ല, കമ്പനികളെ സംബന്ധിച്ച് ഈ വിദേശ വ്യാപാരം ചെയ്യാനുള്ള മറ്റൊരു രീതിയാണ്. ഇന്ന് നാം കാണുന്നുണ്ട്, ഇന്ത്യയിൽ നിന്നുമുള്ള വൻ കമ്പനികൾ പലതും വിദേശ രാജ്യങ്ങളിൽ ഈ കണക്കിനുള്ള ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വൻതോതിൽ നടത്തുകയും അവരുടെ സാമ്പത്തികമായ ഉന്നമനം ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നത് ടാറ്റ, അംബാനി പോലെയുള്ള കമ്പനികൾ ഇതിനുള്ള ഉദാഹരണങ്ങളാണ്. ഇതിനുള്ള ക്ലാസിക് എക്സാമ്പിൾ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ രാജ്യത്ത് നിന്നും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഈ തരത്തിലുള്ള ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത് പോലെ തന്നെ നമ്മുടെ രാജ്യത്തേക്കും ഈ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വർത്തമാനം. അതിനോടൊപ്പം ഇത് ഈ പറഞ്ഞതുപോലെ ഈ വിദേശ വ്യാപാരത്തിൽ ഒരു പ്രധാന രീതിയാണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിദേശ വ്യാപാര രീതിയാണ് ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്. ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ,
നമുക്കത് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ മാത്രമേ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ലൈസൻസിങ് എങ്ങനെയാണ്, ഫ്രാഞ്ചൈസിങ് എങ്ങനെയാണെന്നുള്ളത്. ഒരു എക്സാമ്പിൾ, ഞാൻ നേരത്തെ ഉള്ള പാർട്ടുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ തരത്തിലുള്ള ബ്രാൻഡ് ബിൽഡിംഗ് നമ്മൾ വിദേശ വ്യാപാരം ചെയ്യുമ്പോൾ ആ രാജ്യത്തേക്ക് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ബിസിനസ് പ്രൊപ്പോസിഷൻ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ KFC അല്ലെങ്കിൽ പെപ്സി അല്ലെങ്കിൽ കൊക്കക്കോള പോലെയുള്ള ആഗോള ബ്രാൻഡുകൾ എന്താണ് ചെയ്യുന്നത്? അവരുടെ ഓരോ രാജ്യങ്ങളിലും അവരുടെ മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് അവർ കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രാഞ്ചൈസിയെ അപ്പോയിന്റ് ചെയ്യുക. ഇപ്പോൾ കൊക്കക്കോള ആണെങ്കിൽ മാനുഫാക്ചറിങ് ലൈസൻസ് കൊടുക്കുകയും KFC, കെൻറ്റക്കി ഫ്രൈഡ് ചിക്കനെ പോലെയുള്ള കമ്പനികൾ അവർക്ക് ഫ്രാഞ്ചൈസികൾ ഏർപ്പെടുത്തുകയും ചെയ്യും. അപ്പോ കെൻറ്റക്കി ഫ്രൈഡ് ചിക്കന്റെ ഇന്ത്യയിലുള്ള ഏജൻസി എന്താണ് ചെയ്യുക? ഇന്ത്യയിൽ അവര് അതിൻ്റെതായിട്ടുള്ള അവരുടെ ഫുഡ് ചെയിനുകൾ ആരംഭിക്കുകയും അവരുടെ രീതിയിലുള്ള മാനുഫാക്ചറിങ് ചെയ്യുകയും അവരുടെ ബ്രാൻഡിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യും. അത്തരത്തില് ഒരു ആഗോള ബ്രാൻഡായി മാറാനുള്ള ഒരു വ്യവസ്ഥിതി ഉണ്ടെന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഓഫ് ഓപ്പറേഷന്റെ ഏറ്റവും പ്രാധാന്യം. ഇതിനോടൊപ്പം തന്നെ ആഗോള ബ്രാൻഡായി വളരുന്നതിനോടൊപ്പം തന്നെ വളരെ കുറഞ്ഞ ചെലവിൽ നേരിട്ടുള്ള വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഒരു നിക്ഷേപം ഇല്ലാതെ തന്നെ ഈ ബ്രാൻഡുകൾക്ക് ഓരോ രാജ്യങ്ങളിലും വികസിക്കാനും അവരുടെ വരവറിയിക്കാനും അവരുടെ വളർച്ച ഉണ്ടാക്കാനും കഴിയും. അതിനു വേണ്ടിയിട്ട് പണം മുടക്കുന്നത് ആരായിരിക്കും? ഈ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ലൈസൻസി ആയിരിക്കും. ലൈസൻസി എന്തുകൊണ്ടാണ് പണം മുടക്കുന്നത്? ഈ ലൈസൻസിക്ക് അറിയാം ഇതൊരു ഗ്ലോബൽ ബ്രാൻഡാണ്, ഇവിടെയും നമുക്ക് ഇതിന്റെ ആവശ്യക്കാർ ഉണ്ടാവും, വലിയ രീതിയിലുള്ള സെയിൽസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കിത് ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ട് മാറും എന്നറിഞ്ഞുകൊണ്ടാണ് ഈ പണം നിക്ഷേപിക്കപ്പെടുന്നത്. അതിനനുസരിച്ചുള്ള ലാഭവും അവർക്ക് നേടിയെടുക്കാൻ കഴിയും. അത്തരത്തിൽ ഇപ്പൊ കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ചൈന അടക്കമുള്ള രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി ആയതുപോലെ തന്നെ പെപ്സി, കൊക്കക്കോള ആഗോള ഭീമന്മാരായി പോയതുപോലെ തന്നെ പല കമ്പനികളും അവരുടെ ഫ്രാഞ്ചൈസികൾ അനുവദിക്കുകയും അവർക്ക് അവരുടെ മാനുഫാക്ചറിങ് ലൈസൻസ് കൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഓരോ രാജ്യങ്ങളിലും ഒരു വളർച്ച ഉണ്ടാക്കാനും അവർക്ക് പേരെടുക്കാനും കഴിയുന്ന ഒരവസരം കമ്പനികൾക്കുണ്ടാവുന്നു എന്ന് മാത്രമല്ല, ഇത് പ്രധാനമായിട്ടും ഈ വിദേശ വ്യാപാരത്തിൽ നടന്നു വരുന്ന മറ്റൊരു പ്രാക്ടീസ് കൂടെയാണ് എന്ന് പറയേണ്ടി വരും. ഈ ലൈസൻസിങ്ങിനെ കുറിച്ചും ഫ്രാഞ്ചൈസിയെ കുറിച്ചും നമ്മൾ സംസാരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ വളരെ വിശദമായി ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് പല കമ്പനികളെയും മെൻഷൻ ചെയ്തുകൊണ്ട് നമുക്ക് വളരെ നേരം സംസാരിക്കേണ്ട വിഷയമാണ് ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്. അത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, പൊതുവെ മാർക്കറ്റിൽ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അറിയാം ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിങ്ങും എത്രത്തോളം ഇമ്പോർട്ടന്റ് പാർട്ടാണ്, അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഇത് കൂടാതെ ഈ ലൈസൻസിങ് ഫ്രാഞ്ചൈസിങ് കൂടാതെ സഹകരണ രീതികളിൽ, ഈ വിദേശ വ്യാപാരത്തിലെ സഹകരണ രീതികളിൽ ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിയും കൂടാതെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു കാര്യം കൂടി നമുക്ക് അടിവരയിട്ട് പറയേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ജോയിന്റ് വെഞ്ചറാണ്, ചേർന്നിട്ടുള്ള ഓപ്പറേഷനാണ്. രണ്ട് കമ്പനികൾ തമ്മിലുള്ള അവരുടെ കഴിവുകൾ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇന്ത്യയിലുള്ള കമ്പനിക്ക് സ്ഥലമുണ്ട്, അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുണ്ട്, സാഹചര്യങ്ങളുണ്ട്, പണമുണ്ട്, പക്ഷെ അവർക്ക് സാങ്കേതിക ഇല്ല. ജർമ്മനിയിൽ നിന്നുള്ള ഒരു കമ്പനി സാങ്കേതികത അനുവദിക്കുന്നു, ടെക്നോളജി കൊടുക്കുന്നു, ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഒരു പാർട്ട്ണർ പോലെ വ്യവസ്ഥകൾ ഉണ്ടാക്കിക്കൊണ്ട്, എഗ്രിമെന്റ് ഉണ്ടാക്കിക്കൊണ്ട് ഒരു കമ്പനി രൂപീകരിക്കുന്നു. അതിൽ ഒരു ജോയിന്റ് വെഞ്ചർ ചെയ്യുന്നു. ഈ ജോയിന്റ് വെഞ്ചറിൽ നിന്നും അവർ ഒരു മാർക്കറ്റ് കണ്ടെത്തുന്നു, ഒരു വ്യാപാരം നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ തരത്തിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകുകയും വലിയൊരു സാമ്പത്തിക വ്യവസ്ഥയിലേക്ക്, വലിയൊരു വളർച്ചയിലേക്ക്, ഒരു സ്കെയിലിംഗ് അപ്പിലേക്ക് ഈ കമ്പനികൾ മാറുന്നു എന്നതും ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ്. അതിനാൽ തന്നെ ജോയിന്റ് വെഞ്ചർ കൂടി നമുക്കിപ്പോ ഫ്രാഞ്ചൈസിങ്, ലൈസൻസിങ് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ ജോയിന്റ് വെഞ്ചറിനെ കുറിച്ച് കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. ഈ വിദേശ വ്യാപാരത്തിലെ രീതികൾ, പല വിധത്തിലുള്ള വ്യാപാര രീതികളുണ്ട്. ഇതെല്ലാം എഗ്രിമെന്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇൻകോ ടേംസ്, ഇന്റർനാഷണൽ കൊമേഴ്സ്യൽ ടേംസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ പോലും പ്രധാനമായിട്ടുള്ള രീതികളിൽ അതിപ്രധാനമായിട്ടുള്ളതാണ് ഈ ഫ്രാഞ്ചൈസിങ് അല്ലെങ്കിൽ ലൈസൻസിങ്, പിന്നെ ജോയിന്റ് വെഞ്ചറുകൾ.
ഇതിനെക്കുറിച്ച് പറയാതെ പോവുക വയ്യ, വളരെ പ്രാധാന്യമായിട്ട് പറയേണ്ടതാണ് എന്നതാണ് പ്രധാനം. വിദേശ വ്യാപാരത്തിലെ വിവിധ രീതികളെ കുറിച്ച്, ഡിഫറെന്റ് സിസ്റ്റംസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ, ലെക്ചർ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രീതികളിൽ ദൈനംദിനം മാറ്റങ്ങൾ വരുന്നുണ്ട്, രീതികൾ ആഗോളവൽക്കരിക്കപ്പെടുന്നുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ മാറുന്നുണ്ട് എന്നുള്ളത് ഒരിക്കലും നമുക്ക് കോൺക്രീറ്റ് ആയിട്ട് ഈ രീതിയാണ്, ഇങ്ങനത്തെ രീതിയാണ് എന്ന് പറഞ്ഞു പോകാൻ കഴിയില്ല. കാരണം ദൈനംദിനം ദിവസം പ്രതി ഈ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയേണ്ട ഒരു മാറ്റം ന്യൂ ഏജ് ബിസിനസ് മാറ്റമാണ് പ്രധാനമായിട്ടും ഇതിനെക്കുറിച്ച് പറയേണ്ടത്. നമുക്ക് തന്നെ അറിയാം, ന്യൂ ഏജിലെ ചിന്തകളും മറ്റും നമ്മുടെ കൺവെൻഷണൽ വേ ഓഫ് ബിസിനസ്സിൽ നിന്നും ഒരുപാട് മാറിക്കഴിഞ്ഞു, രീതികളെല്ലാം മാറിക്കഴിഞ്ഞു. അതിനാൽ തന്നെ കയറ്റുമതിയും ഇറക്കുമതിയും വിദേശ വ്യാപാരവും മറ്റു രീതികളും മറ്റും തന്നെ സ്വാഭാവികമായിട്ടും ഈ ന്യൂ ഏജിന്റെ രീതിയിലോട്ടും അല്ലെങ്കിൽ കുറച്ചുകൂടി ആധുനികമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതികളിലേക്ക് മാറിക്കഴിഞ്ഞു. നമുക്കെല്ലാം അറിയാം, നമുക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന വിദേശ വ്യാപാരത്തിന്റെ പുതിയ രീതികളെ കുറിച്ച് നമുക്കറിയാം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നത് ഡിജിറ്റൽ വ്യാപാരവും ഇ കോമേഴ്സ് വ്യാപാരവുമാണ്. ഇ കോമേഴ്സും ഡിജിറ്റൽ വ്യാപാരവും എങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്കെല്ലാം അറിയാം. നമ്മുടെ മുമ്പിൽ തന്നെ ഇ കോമേഴ്സിന്റെ വലിയ എക്സാമ്പിളുകൾ, വലിയ ഉദാഹരണങ്ങളുണ്ട്. ആമസോൺ ഉണ്ട്, ഈബേ ഉണ്ട്, മറ്റു പല ആഗോള ഭീമന്മാരുണ്ട്, ഇന്ത്യയിലെ പല കമ്പനികളുമുണ്ട് ഈ തരത്തിലുള്ള ഓപ്പറേഷൻ. ഇതുപോലെ തന്നെ ഡിജിറ്റൽ വ്യാപാരത്തിന്റെ രീതികൾ നമ്മൾ രണ്ട് തട്ടിലുള്ള വിദേശത്തും സ്വദേശത്തുമായിട്ടുള്ള രണ്ട് തട്ടിലുള്ള കമ്പനികളെ, രണ്ട് സ്ഥാപനങ്ങളെ തമ്മിൽ ഇണക്കി ചേർക്കുന്ന ഒരു കണ്ണിയായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ മാറുന്ന ഒരു സംവിധാനമുണ്ട്. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ കാര്യം അല്ല പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുത്തുകൊണ്ട് പോയിട്ട് മറ്റൊരു ലെവലിൽ ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികൾ അലിബാബ, ഗ്ലോബൽ സോഴ്സസ് തുടങ്ങിയ വലിയ കമ്പനികളെല്ലാം ഇത് ചെയ്യുന്നുണ്ട്. ആയിരക്കണക്കിന് കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് തന്നെ, ട്രേഡ് ഇന്ത്യ മാർട്ട്, എക്സ്പോർട്ടേഴ്സ് ഇന്ത്യ തുടങ്ങി വലിയ രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനികൾ ഈ തരത്തിലുള്ള വ്യാപാരം ചെയ്യുന്നുണ്ട്. ഈ വ്യാപാരം നമ്മുടെ ഭാവി വ്യാപാരമാണെന്ന് പറയാം. കാരണം നമുക്ക് കാര്യങ്ങൾ വളരെ ഈസി ആയി കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ വ്യാപാരങ്ങളിൽ ഈ രീതിയിൽ, ഇ കോമേഴ്സ് രീതിയിൽ നമുക്ക് നമ്മുടെ ബയറിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനും നമ്മുടെ പ്രോഡക്റ്റുകളുടെ മഹത്വം പ്രചരിപ്പിക്കാനും വളരെ എളുപ്പമായി തീരുന്നു. വലിയ രീതിയിൽ ആൾക്കാർ ഇ കോമേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാലം വന്നു കഴിഞ്ഞു. ഇപ്പൊ തന്നെ അലിബാബ പോലെ ഒരു സംവിധാനത്തിന്റെ അല്ലെങ്കിൽ ഗ്ലോബൽ സോഴ്സസ് ഞാൻ പറഞ്ഞ സംവിധാനങ്ങളുടെ, ഇന്ത്യ മാർട്ടിന്റെ പോലെയുള്ള സംവിധാനങ്ങൾ എടുത്താല് അവർ ചെയ്യുന്നത്, ഇന്ന് അവർ ആഗ്രഹിക്കുന്നത് ഒരു എക്സ്പോർട്ട് കമ്പനി, ഒരു കയറ്റുമതി കമ്പനി ഇന്ത്യയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചൈനയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കയറ്റുമതി കമ്പനിക്ക് അവരുടെ മാർക്കറ്റിങ്ങിന്റെ മുഴുവനായിട്ടുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണോ അവർ മാർക്കറ്റിങ്ങിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അടക്കമുള്ള, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഈ പ്ലാറ്റ്ഫോമുകളിൽ കൊണ്ടുവരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ അലിബാബ നോക്കുകയാണെങ്കിൽ ചൈനയിൽ ചാർജ് ചെയ്യുന്നത് ഒരു ചെറിയ കമ്പനി ആണെങ്കിൽ അവരുടെ ലിമിറ്റേഷൻസ് എങ്ങനെയെന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിന്റെ ലിമിറ്റേഷൻസും പോസ്റ്റുകളുടെ ലിമിറ്റേഷൻസുമാണ് അവരുടെ ലിമിറ്റേഷൻസ്. അതിനനുസരിച്ച് 2 ലക്ഷം രൂപയിൽ കൂടുതലാണ് ഇന്ത്യൻ രൂപ അവര് ചാർജ് ചെയ്യുന്നത്. അതേസമയം ആ പ്രോഡക്റ്റ് തന്നെ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഒരു $1000, ഒരു 86,000 രൂപ കണക്കിനാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പൊ ഇവര് ചാർജ് ചെയ്യുമ്പോൾ ഇവര് നമുക്ക് തരുന്ന ഒരു പാക്കേജ് എന്ന് പറഞ്ഞാല് ഒരു ഹോൾ പാക്കേജ് ആണ്. നമുക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റിന്റെ ആവശ്യം പോലും ഇല്ല. നമ്മൾ സാധാരണ എങ്ങനെയാണ് നമ്മുടെ ഒരു വെബ്സൈറ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ കുറിച്ചുള്ള കാര്യം, നമ്മുടെ വിഷൻ, നമ്മുടെ മിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്താണ് നമ്മുടെ എക്സ്പീരിയൻസ്, എങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശദമാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ്, പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, നമ്മുടെ യുണീക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ എന്താണ്, എവിടെയാണ് നമ്മൾ മറ്റു കോമ്പറ്റീറ്റേഴ്സിനെ കാട്ടിലും മുന്നിട്ട് നിൽക്കുന്നത്, ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി, മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി, നമ്മുടെ ബയ്യർ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെബ്സൈറ്റുകൾ ഉണ്ടാക്കുന്നത്. എന്നാൽ
അലിബാബ പോലെയുള്ള അല്ലെങ്കിൽ ഗ്ലോബൽ സോഴ്സസ് പോലെ ഇന്ത്യ മാർട്ട് പോലെയുള്ള കമ്പനികൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ ഒരു പോർട്ടലിലാണ് നമ്മുടെ വെബ്സൈറ്റ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ SEO പോലെയുള്ള നമ്മുടെ ഗൂഗിളിൽ സെർച്ചിൽ വരാനുള്ള സംവിധാനങ്ങളൊന്നും നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യമില്ല. അലിബാബ വളരെ പോപ്പുലർ ആണ്. എന്ത് സെർച്ച് നിങ്ങൾ ചെയ്താലും ആദ്യം വരുന്ന അലിബാബ, ഇന്ത്യ മാർട്ട് അങ്ങനെയുള്ള സംഭവങ്ങളാണ്, ട്രേഡ് ഇന്ത്യ പോലെയുള്ള സംഭവങ്ങളാണ്. അപ്പൊ ഈ തരത്തില് ഉള്ള കാലം മാറിക്കഴിഞ്ഞു. ആ തരത്തിലുള്ള ഡിജിറ്റൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമുകളും അതിനോടൊപ്പം ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മളിപ്പോൾ സ്വന്തമായിട്ടൊരു ഇ കൊമേഴ്സ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ആമസോൺ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ നമ്മുടെ GST വെച്ചിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മുടെ പ്രോഡക്റ്റുകൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. അവിടെ നിന്നും നമ്മുടെ ബയേഴ്സ് ഇത് കാണാൻ, ആമസോണിന് നമ്മൾ 30% ലാഭം കൊടുക്കണമെങ്കിൽ പോലും നമ്മുടെ ബയേഴ്സ് ഇത് കാണാനുള്ള സാധ്യത എന്നുള്ളത് ഒരു 1000 ഇരട്ടിയെങ്കിലും കൂടുകയാണ്. നമ്മുടെ വെബ്സൈറ്റിലും മറ്റും നമ്മൾ അഡ്വർടൈസ് ചെയ്താൽ, ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് തുടങ്ങിയിട്ട് നമ്മളൊരു പെർഫോമൻസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി നമുക്ക് അതിൽ നിന്നും നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു നല്ല ഹാൻഡ്സം എമൗണ്ട് ചാർജ് ചെയ്തുകൊണ്ട്, ചിലപ്പോ ഇന്ത്യയിൽ നമ്മൾ നോക്കിയാൽ നമ്മുടേതായിട്ടുള്ള നല്ലൊരു വെബ്സൈറ്റ് ചെയ്യാൻ ചില അമച്വർ ആയിട്ടുള്ള ഡെവലപ്പേഴ്സിനെയൊക്കെ നമ്മൾ സമീപിച്ചാൽ നമുക്കൊരു 20,000 രൂപ 15,000 രൂപയ്ക്കൊക്കെ നല്ല വെബ്സൈറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം മറ്റേ ഈ പ്ലാറ്റ്ഫോമുകൾ ചാർജ് ചെയ്യുന്നത് ചിലപ്പോൾ 1,00,000 രൂപ 80,000 രൂപ ആ റേഞ്ചിലാണ്. പക്ഷെ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടം നമ്മുടെ വിസിബിലിറ്റിയാണ്. നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിന്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരും. ഗൂഗിളില് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ചില്, ബിങ് സെർച്ചിലൊക്കെ മുമ്പിൽ വരാൻ വേണ്ടി, മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനെ പിന്നിലാക്കാൻ വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും. ആ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതെ തന്നെ മുന്നിലേറാനുള്ള ഒരു സാഹചര്യമാണ് ഈ പ്ലാറ്റ്ഫോമുകൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ അലിബാബ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഇത്രയും പ്രചാരം നേടുന്നു, ഇത്ര തരത്തിലുള്ള കസ്റ്റമേഴ്സ് അവർക്ക് കിട്ടുന്നു. ലോകം മുഴുവൻ ബിസിനസ് ചെയ്തുകൊണ്ട് ലോകത്തിലെ വമ്പൻ കമ്പനികളിൽ ഒരു കമ്പനിയായിട്ട് അലിബാബയും അതിന്റെ പ്രൊമോട്ടറായിട്ടുള്ള ജാക്ക് മായും മാറിക്കഴിഞ്ഞു. ഒരു വലിയ സാധ്യതയായി, അതിന് കോമ്പറ്റീഷനായിട്ട് ഒരുപാട് പുതിയ സംവിധാനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അവരെ അട്ടിമറിക്കാൻ കഴിയുന്നില്ല, തോൽപ്പിക്കാൻ കഴിയുന്നില്ല. അവരിന്നും ആ സ്ഥാനം നിലനിർത്തുന്നു എന്ന് അറിയുമ്പോൾ തന്നെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോംസിന്റെയും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസിന്റെയും സാധ്യതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിദേശ വ്യാപാര രീതിയാണ് ഈ തരത്തിലുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമുകളും. ഈ വീഡിയോ സീരീസ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് മലയാളികൾക്കിടയിൽ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സീരീസിലെ എല്ലാ വീഡിയോകളും കണ്ടാൽ മാത്രമേ ഇതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ചും മറ്റും മനസ്സിലാക്കുകയും ഇതിന്റെ രീതികളെക്കുറിച്ചും മനസ്സിലാക്കുകയും പൂർണ്ണമായി നിങ്ങൾ ഒരു എക്സ്പോർട്ടറായി അല്ലെങ്കിൽ കയറ്റുമതിക്കാരനായി മാറാൻ കഴിയുകയും നമ്മുടെ നാട്ടിൽ നിന്നുള്ള, കേരളത്തിൽ നിന്നുള്ള ആഭ്യന്തര വിപണിയിൽ സുലഭമായി ലഭിക്കുന്ന പ്രോഡക്റ്റുകൾ ഓരോന്നും തന്നെ വിദേശികൾക്ക് ആവശ്യമുണ്ട്. വിദേശികൾക്ക് മാത്രമല്ല, വിദേശത്ത് താമസിക്കുന്ന നമ്മുടെ മലയാളി പൗരന്മാർക്കും ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് 75 ലക്ഷം ആൾക്കാരിൽ കൂടുതൽ മലയാളികൾ പുറത്ത് താമസിക്കുന്നുണ്ട്. അവരിലേക്ക് ഈ സാധനങ്ങൾ എത്തിച്ചു കൊടുത്താൽ ഈ സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് വിൽക്കാൻ കഴിയുമെന്നും വലിയൊരു നേട്ടം രാജ്യത്തിനും നമുക്കും നമ്മുടെ സംസ്ഥാനത്തിനും നേടിയെടുക്കാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.